നമസ്തേ എല്ലാ മലയാളികൾക്കും ഹൽവ കിച്ചന്റെ ഓണാശംസകൾ. ഇന്ന് ഓണ സ്പെഷ്യൽ പലഹാരങ്ങളിൽ ഞാൻ കാണിക്കുന്നത് വെട്ട് കേക്കാണ്. നാട്ടുംപുറത്തെ ചായക്കടകളിലൊക്കെ ആ ചില്ല് അലമാരയിൽ ഇരിക്കുന്ന വളരെ സ്വാദിഷ്ടമായ വെട്ട് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിന് വേണ്ട ചേരുവകൾ എന്തെല്ലാമെന്നും നോക്കാം. 2 കപ്പ് മൈദ, 2 താറാമുട്ട, 3/4 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ ജീരകം, 5 ഏലക്ക പൊടിച്ചത്, 1 നുള്ളു സോഡാപ്പൊടി, 2 ടീസ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ പാല്, വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ. കേക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടെ ചേർത്തൊന്ന് അടിച്ചെടുക്കാം. ആദ്യം നമുക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാനിപ്പം 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് ആ മുട്ടയുടെ എണ്ണം പറയാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് പഞ്ചസാരയും ചേർത്ത് ടീസ്പൂൺ നെയ്യും നല്ലതുപോലെ മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാം. പഞ്ചസാര നല്ലതുപോലെ അലിയുന്നത് വരെ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. വെട്ട് കേക്കിന് വേണ്ട മുട്ടയും പഞ്ചസാരയും നല്ലതുപോലെ അടിച്ച് ഞാൻ മിക്സിയിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനകത്ത് നല്ല ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. മുട്ടയും പഞ്ചസാരയും കുഴയ്ക്കുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി ജീരകവും ഏലക്കാപ്പൊടിയും 1 നുള്ളു ബേക്കിംഗ് പൗഡറും ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദാമാവ് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. രണ്ട് മുട്ടയും പഞ്ചസാരയും കൂടി അടിക്കുമ്പം നമുക്ക് മാവ് കുറച്ച് തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലേശം പാലും കൂടി ഒഴിച്ച് നമുക്ക് കറക്റ്റിന് കുഴച്ചെടുക്കാം. വെട്ട് കേക്കിന് വേണ്ട മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേ നോക്ക്, ഇങ്ങനെ ഒന്ന് കൈവച്ച് അമർത്തുമ്പോൾ താഴോട്ട് കുഴിഞ്ഞു പോകുന്ന കണക്ക് വളരെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പലകയിൽ നിരത്തിയിട്ട് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ കേക്കിൻ്റെ മാവ് ഒരു പലകയിൽ വെച്ചിട്ട് ഇതുപോലെ 1 ഇഞ്ച് കനത്തിൽ ഞാൻ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് എങ്ങനെ കട്ട് ചെയ്തതെന്ന് കാണിക്കാം. എല്ലാ മാവും പരത്തിയിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തിയെടുക്കണം. എന്നിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് മുറിക്കണം. ഒരു പീസ് എടുത്തിട്ട് നടുക്കൂടെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് പോകരുത്. മുകളിൽ കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്യുന്ന കണക്ക് എടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് മുറിഞ്ഞു പോകരുത്. നമുക്കിനി എണ്ണ ചൂടാക്കിയിട്ട് ഇതെല്ലാം ഇതിനകത്തിട്ട് വറുത്ത് കോരാം. ഒരു ഉരുളിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ലതുപോലെ തിളയ്ക്കുമ്പം ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കുകൾ നമുക്കിതിനകത്തിട്ട് വറുത്ത് കോരാം. വെട്ട് കേക്കെല്ലാം നല്ല പാകത്തിന് മൂത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മളുടെ ഓണപ്പലഹാരമായ വെട്ട് കേക്ക് റെഡി.